ശ്രീ മോഹൻ വർഗീസ്, അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിടാനുള്ള സാധ്യതകളുണ്ടോ? അഥവാ വിടുകയാണെങ്കിൽ തന്നെ എന്ത് കാരണം പറഞ്ഞു വിടും എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇപ്പോൾ സഭയ്ക്ക് എതിർപ്പുള്ള പല വിഷയങ്ങളിൽ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ജോസ് കെ മാണി മുന്നണിയിൽ ഒരു എതിരഭിപ്രായം പുറത്തു പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് പറഞ്ഞു പുറത്തിറങ്ങും? ന്യായമായ ഒരു സംശയമാണ്. പുറത്തിറങ്ങണം എന്നൊരു ചിന്ത കേരള കോൺഗ്രസിലെ വലിയൊരു എണ്ണം പ്രവർത്തകർക്കുണ്ട്. തീർച്ചയായും ജോസ് കെ മാണി ഒരു രാജ്യസഭാ അംഗത്വം 2030 വരെ തുടരുന്നതിനേക്കാൾ സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗമാവുകയും സാധ്യമെങ്കിൽ ഒരു മന്ത്രിസഭയിലെ അംഗത്വം നേടുകയും ചെയ്യുക എന്നത് തന്നെയാണ് ശ്രീ ജോസ് കെ മാണിയുടെ പ്രധാന പരിഗണന. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സമവാക്യങ്ങൾ മാറണം, മുന്നണി ബന്ധം അടർത്തി മാറ്റി UDF വരണം. ഇനി കാതലായ ചോദ്യം, ഒരു ഖണ്ഡം ഒറ്റയടിക്ക് ഈ 5 MLA ഉൾപ്പെടുന്ന നേതാക്കൾ എല്ലാവരും തന്നെ UDF വരാൻ സന്നദ്ധമാണോ? അതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. 5 അംഗ നിയമസഭാ കക്ഷി, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗം 12 സീറ്റിൽ മത്സരിക്കുന്നു, 5 സീറ്റിൽ വിജയിക്കുന്നു. പാലാ സീറ്റ് അവരുടെ പ്രസ്റ്റീജ് മത്സരമായിരുന്നു, അവിടെ പരാജയപ്പെടാനായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ വിധി. അവിടെ മാണി സി കാപ്പൻ UDF കാൻഡിഡേറ്റായി ജയിച്ചു വരുന്നു. മറ്റ് നിലവിൽ ലഭിച്ച 5 സീറ്റുകൾ നിലനിർത്താനാവുമോ? 5 സീറ്റിലെയും MLA റോഷി അഗസ്റ്റിൻ എന്ന ഇടുക്കി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയും ഉൾപ്പെടെ 5 പേരെയും ഒറ്റയടിക്ക് ഒരു പാക്കേജ് എന്ന നിലയിൽ UDF എത്തിക്കാൻ കഴിയുമോ എന്നതാണ് കാതലായ ചോദ്യം. ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച്, ഇത് ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പല നിഗമനങ്ങളിലും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായി അസ്ഥാനത്താണെന്ന് പറയാനാവില്ല. തുടരും എന്നിട്ടൊരു ഹാർട്ടിന്റെ ചിഹ്നം ഇട്ടിരിക്കുകയാണ് ഫേസ്ബുക്കിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ. അതിനർത്ഥം LDF തുടരും എന്നാണോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF തുടരും എന്നാണോ? LDF തുടർഭരണത്തിൽ എത്തും എന്നാണോ? മറ്റെന്തെങ്കിലും തുടർച്ചയുടെ അനുഭവമാണോ? അതോ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യമാണോ? ഒന്നും തന്നെ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പ്രഥമ ദൃഷ്ട്യാ പറ്റില്ല എന്ന് തോന്നാമെങ്കിലും ഇവിടെ 2 MLA ഇപ്പോൾ ചങ്ങനാശ്ശേരി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജോബ് മൈക്കിൾ, അതുപോലെ തന്നെ മറ്റൊരു MLA കൂടി മറുപക്ഷം, അത് ജോസ് കെ മാണി എന്തു പറയുന്നു? UDF പ്രമോദ് ഇപ്പുറത്താണ്. പിന്നെ ചങ്ങനാശ്ശേരി MLA ആണ് ഒന്ന്, സെബാസ്റ്റ്യൻ കുളത്തിങ്കിലാണ്. കാഞ്ഞിരപ്പള്ളി MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കിലാണ് രണ്ടാമത്. ഈ 2 MLA പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, അതെ. കാഞ്ഞിരപ്പള്ളി MLA ജയരാജൻ. അപ്പൊ ജയരാജ് അഭിപ്രായം കൃത്യമായി പറഞ്ഞിട്ടില്ല. റാന്നി MLA പ്രമോദ് ജയരാജ് പോവില്ല എന്നാണ് കേൾക്കുന്നത് കേട്ടോ. മുന്നണിയിൽ മാറാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സൂചന അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ 2-3 എന്ന നിലയിൽ നിൽക്കുകയാണ്. അപ്പൊ ജോസ് കെ മാണിക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വരികയാണെങ്കിൽ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുന്നത്? അതോ കേരള കോൺഗ്രസ് ജോസ് കെ മാണി നയിക്കുന്ന ഒരു വിഭാഗം മാത്രം UDF വരികയും ഒരു വിഭാഗം മറുപക്ഷത്ത് LDF തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ മറ്റൊരു പിളർപ്പായിരിക്കാം കേരള കോൺഗ്രസ് ഫലം. ഇനി സ്മൃതി ചോദിച്ച കാതലായ മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. 2 കേരള കോൺഗ്രസിനും ചേർന്ന് UDF ഇടമുണ്ടോ? ഓൾറെഡി UDF ഈസ് എ ടൈറ്റ്ലി പാക്ഡ് വെഹിക്കിൾ. അവിടേക്ക് കൂടുതൽ കക്ഷികൾക്ക് ഇടമുണ്ടോ? VD സതീശനും കോൺഗ്രസിന്റെ കേരളത്തിലെ ചില നേതാക്കളും വിശ്വസിക്കുന്നു ഇടമുണ്ട്. They cannot take any chances. എല്ലാ പഴുതുകളും അടച്ച് മധ്യ തിരുവിതാംകൂറിലെ വിധി സീല് ചെയ്ത് എടുക്കണം. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ എറണാകുളം ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങൾ ഒരു പാക്കേജായി എടുത്തുകൊണ്ട് അവിടെ LDF കടന്നു കയറാനാവാത്ത രീതിയിൽ കോട്ടകൊത്തളങ്ങൾ കെട്ടി UDF ജയ സാധ്യത ഉറപ്പിക്കുന്ന ഒരു തിരക്കിലാണ് PD സതീശൻ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം. അതിന് ഹൈക്കമാൻഡിന്റെ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ ആശീർവാദമുണ്ട് എന്ന് ഇപ്പോഴത്തെ ചില കേന്ദ്രങ്ങളിൽ നിന്നും സംസാരം അതിന് സൂചനയാണ്. ജോസ് കെ മാണി ഡൽഹിയിൽ സോണിയാഗാന്ധി വിളിക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ഒരു സജീവ സാന്നിധ്യമാണ്. അവിടെ പിന്നെ പഴയ UPA അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി, അവിടെ ഇടതുപക്ഷവും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടാണ്. അവിടെ ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മുന്നിൽ യഥാർത്ഥത്തിൽ ജോസ് കെ മാണി നല്ല പിള്ള തന്നെയാണ്. അവിടെ അനഭിമതമായ ഒന്നും തന്നെയില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവിടെ സംസ്ഥാന നേതൃത്വമായിരിക്കില്ല,
കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന്റെ അനുഗ്രഹാശിസുകളോടെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നീക്കം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിശകലനം. തീർച്ചയായും അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് കേരള കോൺഗ്രസിന്റെ DNA-യിൽ അടങ്ങിയിരിക്കുന്ന ഒരു സഭാപരമായ ചിന്ത. കത്തോലിക്ക സഭ, കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ചില രൂപതകൾ തീർച്ചയായും കേരള കോൺഗ്രസിന്റെ പോളിറ്റിക്സ് വാച്ച് ചെയ്യുന്നുണ്ട്. അവർ പരസ്യമായി ഒരിക്കൽ പോലും സഭാ നേതൃത്വം അഭിപ്രായം പ്രകടിപ്പിക്കില്ല, അത് അവരുടെ മാന്യതയാണ്. പക്ഷേ കേരള കോൺഗ്രസ് നിലനിൽക്കേണ്ടതും കേരള കോൺഗ്രസ് പലതായി ചിതറിപ്പോകാതിരിക്കുന്നതിനും ശക്തമായ വിലപേശൽ ക്രൈസ്തവ സമുദായങ്ങൾക്ക് ശക്തമായ വിലപേശൽ ഭരണകൂടവുമായി ഉണ്ടാകണമെങ്കിൽ ആവശ്യത്തിന് ക്രൈസ്തവ MLA-മാരുണ്ടാകണം. അത് കോൺഗ്രസിൽ നിന്നും മാത്രം ലഭിക്കില്ല. അതുകൊണ്ട് ഒറ്റ ഒരു കൺസൈസ് യൂണിറ്റായി കോൺഗ്രസിലും കേരള കോൺഗ്രസിലുമായി ആവശ്യത്തിന് MLA-മാർ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി VD സതീശനുമായി സംസാരിച്ചു എന്ന് വേണം കരുതാൻ. സീനഡ് യോഗത്തിൽ ചെന്നപ്പോൾ സതീശനുമായി സംസാരിച്ചു എന്ന് വേണം കരുതാൻ. ശരി, ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.